അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وحسن الهواتم ويستسقى الهمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لكم. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരി സഹോദരന്മാർ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ദുആ വസിയത്ത് ചെയ്തവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, ഇൽമ് പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർ, മുസ്ലിം സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. ഭാവിയിൽ എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ തൗഫീക്ക് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, മക്ബൂലും മക്റൂറുമായ ഹജ്ജും ഉംറയും തൃപ്തികരമായ സിയാറത്തും ചെയ്യാൻ ആവതാക്കണം റഹ്മാനേ. സ്വർഗം പ്രതിഫലമായി ലഭിക്കുന്ന ഹാജിമാരിൽ ഞങ്ങളെയും പെടുത്തണം റഹ്മാനേ. ഞങ്ങളുടെ ദുആകൾ ഉത്തരം കിട്ടുന്നതാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ അമലുകളിൽ വരുന്ന പോരായ്മകൾ പരിഹരിച്ചു തരണം റഹ്മാനേ. സ്വാലിഹീങ്ങളുടെ അമലുകളുടെ കൂടെ ഞങ്ങളുടെ അമലുകളും സ്വീകരിക്കണം റഹ്മാനേ. ഹബീബായ നബി തങ്ങളുടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ ബീവി റളിയല്ലാഹു അൻഹുമെല്ലാം അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ശുഹദാക്കൾ എല്ലാവരുടെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങളെയും സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. സ്വർഗത്തിൻ്റെ ആളുകളാക്കണം റഹ്മാനേ. നരകത്തിൽ നിന്ന് നീ കാക്കണം റഹ്മാനേ. ഈമാനും തഖ്വയും ഏറ്റിത്തരണം റഹ്മാനേ. മനസ്സ് നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ ദുസ്വഭാവങ്ങളും ദുർചിന്തകളും മാറ്റിത്തരണം റഹ്മാനേ. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തി തരണം റഹ്മാനേ. ഈമാനിൻ്റെ പ്രകാശവും നിൻ്റെ മഗ്ഫിറത്ത് കൊണ്ടും ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു തരണം റഹ്മാനേ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ തൊട്ട് കാക്കണം റഹ്മാനേ. ഈമാൻ ചോർന്നു പോകുന്ന വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെയും മേൽ പറയപ്പെട്ട മുഴുവൻ ആളുകളെയും കാക്കണം റഹ്മാനേ. ഞങ്ങളെയും മക്കളെയും കുടുംബത്തെയും സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെയും സുന്നത്ത് ജമാഅത്തിൽ അടിയുറപ്പിച്ച് നിർത്തണം റഹ്മാനേ. ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് കാക്കണം റഹ്മാനേ. അവരുടെ ഷർറിൽ കുടുക്കല്ലേ റഹ്മാനേ. വഴി പിഴച്ച് പോകുന്ന ഗതികേട് നൽകല്ലേ റഹ്മാനേ. പിഴച്ച പാർട്ടികളുടെ ഇടങ്ങേറിൽ നിന്ന് ഞങ്ങളെയും നാടിനെയും യുവാക്കളെയും മുഴുവൻ മുസ്ലിങ്ങളെയും നീ കാക്കണം റഹ്മാനേ. ശത്രുക്കളുടെ ഷർറിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും ദീനീ സ്ഥാപനങ്ങളെയും നീ കാക്കണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിനെയും അതിൻ്റെ നേതാക്കളെയും ആലിമീങ്ങളെയും നീ ഇസ്സത്തിലാക്കണം റഹ്മാനേ. അഭിവൃദ്ധിപ്പെടുത്തണം അല്ലാ. പുരോഗതി നൽകണം അല്ലാ. പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ പരാജയം കണ്ട് ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ അവസരം നൽകല്ലേ റബ്ബേ. ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനേ. അവരെ നീ ഛിന്നം ഭിന്നമാക്കണം റഹ്മാനേ. അവരുടെ സംഘടി ശക്തി നീ ക്ഷയിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളുടെ മേൽ അവർക്ക് നീ അധികാരം നൽകല്ലേ അല്ലാ.
സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്നും, ചതിയന്മാരുടെ ചതിയിൽ നിന്നും, കണ്ണേറിൽ നിന്നും, അസൂയാക്കളുടെ അസൂയയിൽ നിന്നും, ഏഷണിക്കാരുടെ ഏഷണിയിൽ നിന്നും, മോഷ്ടാക്കളുടെയും തെമ്മാടികളുടെയും വർഗീയവാദികളുടെയും ഷർറുകളിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും സ്ഥാപനങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം അല്ലാ. ഞങ്ങൾക്ക് നേരെ സിഹർ ചെയ്യുന്നവരിലേക്ക് തന്നെ അതിനെ നീ തിരിച്ചു വിടണം അല്ലാ. സാധുക്കളായ ഞങ്ങളെ നീ രക്ഷിക്കണം അല്ലാ. ഞങ്ങളെ കുടുക്കാൻ കെണിവലകൾ ഒരുക്കുന്നവരുണ്ടെങ്കിൽ അവരെ തന്നെ അതിൽ നീ കുടുക്കി ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റബ്ബേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങളുണ്ട്. എല്ലാം നീ പൂർത്തീകരിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, ദുആ വസിയത്ത് ചെയ്തവർ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണം റഹ്മാനെ. സകല പ്രശ്നങ്ങളും പരിഹരിച്ചു തരണം റഹ്മാനെ. ശാരീരികവും മാനസികവുമായി ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും വളരെ പെട്ടെന്നൊരു പരിഹാരം കാണിച്ചു തരണം റഹ്മാനെ. നിന്റെ പരീക്ഷണങ്ങൾ നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല നാഥാ. ഞങ്ങളുടെ ഈമാൻ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. രോഗശയ്യയിൽ കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും നീ പൂർണ്ണ ആരോഗ്യം നൽകണം റഹ്മാനെ. സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള ആരോഗ്യം നൽകണം റഹ്മാനെ. ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്ക് ശിഫ നൽകണം റഹ്മാനെ. അപകടം പറ്റിക്കിടക്കുന്ന സഹോദരന്മാർക്കും പെട്ടെന്ന് സുഖം നൽകണം റബ്ബേ. മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണം റബ്ബേ. ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് മുതലായ മാരക രോഗങ്ങൾ തരല്ലേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും നൽകരുതേ അല്ലാ. ഓപ്പറേഷൻ വേണ്ടി വരുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും കാക്കണേ റഹ്മാനെ. കാലവിപത്തുകളിൽ പെടുത്തല്ലേ റഹ്മാനെ. വാഹനാപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും അവരെയും കാക്കണം റഹ്മാനെ. വാഹനങ്ങളിൽ ജോലി ചെയ്യുന്നവരും സഞ്ചരിക്കുന്നവരുമായ ഞങ്ങളെയെല്ലാം നീ യാതൊരു അപകടത്തിലും പെടുത്തല്ലേ റഹ്മാനെ. നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കളുടെ കാവൽ നൽകണം റഹ്മാനെ. എല്ലാ ഫിത്നകളിൽ നിന്നും ഫസാദിൽ നിന്നും ഞങ്ങളെയെല്ലാം നീ സലാമത്താക്കണമല്ലാ. പരസ്പര സ്നേഹവും ഐക്യവും ഞങ്ങൾക്കിടയിൽ നീ നിലനിർത്തി തരണം റഹ്മാനെ. എല്ലാവിധ അനൈക്യത്തെ തൊട്ടും കാക്കണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും സമുദായത്തിലും നീ ഐക്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. സന്തോഷപ്രദമായ കുടുംബജീവിതം നൽകണേ റഹ്മാനെ. സ്നേഹസമൃദ്ധമായ ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യണം റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരിപൂർണ സ്നേഹവും ഐക്യവും വിട്ടുവീഴ്ച മനസ്ഥിതിയും നൽകണം റഹ്മാനെ. കുടുംബകലഹത്തെ തൊട്ട് ഞങ്ങളെയെല്ലാം കാത്ത് രക്ഷിക്കണം റഹ്മാനെ. ഇസ്ലാമികമായ സംസ്കാരവും ആദർശവും ചുറ്റുപാടും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ നിലനിർത്തണം റഹ്മാനെ. ഞങ്ങളുടെ യുവാക്കളെ നീ ദീനിൻ്റെ യുവാക്കളാക്കണം റഹ്മാനെ. സഹോദരിമാരെയും പെൺമക്കളെയും ഭാര്യമാരെയും സോലിഹത്തുകളിൽ പെടുത്തണം റഹ്മാനെ.
ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് കഷ്ടപ്പെടുന്ന ഭാര്യമാർക്ക് നീ സമാധാനം നൽകണം അല്ലാ. ദുസ്വഭാവികളായ ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കി കൊടുക്കണം അല്ലാ. ഞങ്ങളെപ്പറ്റി അപവാദം പറയുന്നവർക്കും ഉപദ്രവിക്കുന്നവർക്കും നീ നല്ല ബുദ്ധി നൽകണം റഹ്മാനെ. അല്ലാത്ത പക്ഷം അവരുടെ ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ നൽകിയ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സൽസ്വഭാവികളായ മക്കളെ നൽകണം അല്ലാ. ദുനിയാവിലും പരലോകത്തും ഞങ്ങളുടെ കണ്ണിനെ കൺകുളിർമയേകുന്ന മക്കളെ തരണം റഹ്മാനെ. ഞങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന മക്കളെ നൽകല്ലേ റഹ്മാനെ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും സന്താനങ്ങളെ നീ കാക്കണം റഹ്മാനെ. ഞങ്ങൾക്കും കുടുംബത്തിനും സമുദായത്തിനും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി ഞങ്ങളുടെ സന്താനങ്ങളെ നീ മാറ്റണം റഹ്മാനെ. ധാർമ്മിക ബോധമുള്ളവരാക്കണം റഹ്മാനെ. അവരുടെ പഠനത്തിൽ നീ പുരോഗതി നൽകണം റഹ്മാനെ. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണം റഹ്മാനെ. ഇഹത്തിലും പരത്തിലും ഉപകരിക്കുന്ന അറിവുകൾ ധാരാളം നൽകണം റഹ്മാനെ. ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണം അല്ലാ. ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ അറബികൾക്ക് നല്ല മനസ്സു നൽകണം റഹ്മാനെ. ഹലാലായ സമ്പാദ്യം കൊണ്ട് കുടുംബം പുലർത്താൻ നീ അവരെ സഹായിക്കണം റബ്ബേ. വീടില്ലാത്തവർക്ക് യോജിച്ച വീട് നൽകണം റഹ്മാനെ. വീടിൻ്റെ പണി തുടങ്ങിയവർക്ക് വേഗം പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും മക്കളെ പരിപാലിക്കുകയും വീടും സമ്പത്തും അവരുടെ ശരീരവും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഉദ്ദേശിക്കുന്ന സമയത്ത് നാട്ടിലെത്തി സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനെ. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ മുഅ്മിനീങ്ങളെ ഞങ്ങൾക്ക് നീ സുഹൃത്തുക്കളാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. കുഴഞ്ഞു വീട് മരിച്ചു പോകുന്ന ഗതികേട് നൽകല്ലേ റഹ്മാനെ. ഞങ്ങളുടെ ബാധ്യതകളെല്ലാം മരണത്തിന് മുമ്പ് നിറവേറ്റാനുള്ള മാർഗം എളുപ്പമാക്കി തരണം റഹ്മാനെ. ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു തരണം റഹ്മാനെ. കടത്തോടു കൂടി ഞങ്ങളെ ആരെയും നീ മരിപ്പിക്കരുത് റഹ്മാനെ. സാമ്പത്തിക പരാധീനത കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് സാമ്പത്തിക ഭദ്രത നൽകണം റഹ്മാനെ. നിന്നെ മറന്നു പോകുന്ന ഐശ്വര്യവും നൽകല്ലേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്കെല്ലാം നീ ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുള്ള അവസരങ്ങൾ നൽകണം റഹ്മാനെ. അതിനുള്ള ആരോഗ്യവും സന്മനസ്സും നൽകണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയ പെൺമക്കളും സഹോദരിമാർക്കും സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ നൽകണം റഹ്മാനെ. അവരെ കെട്ടിച്ചയക്കാനുള്ള സാമ്പത്തിക മാർഗം എളുപ്പമാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ കെട്ടിച്ചയച്ച മക്കൾക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ സുഖജീവിതം നൽകണം റഹ്മാനെ. വല്ല വിഷമങ്ങളും ഉണ്ടെങ്കിൽ റാഹത്താക്കി കൊടുക്കണം റഹ്മാനെ. ഗർഭിണികളായ ഭാര്യമാർക്കും മക്കൾക്കും മരുമക്കൾക്കുമെല്ലാം സുഖപ്രസവം നൽകണം റഹ്മാനെ. യാതൊരു അപകടത്തിനും പ്രയാസത്തിനും പെടാതെ സ്വാലിഹായ മക്കളെ പ്രസവിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ.
ഓപ്പറേഷൻ നടത്തേണ്ടി വരുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ നൽകിയ ജോലിയിലും സമ്പത്തിലും സന്താനങ്ങളിലും ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും കച്ചവടത്തിലും ബിസിനസ്സുകളിലും കുടുംബത്തിലും വീട്ടിലും വാഹനത്തിലും മറ്റെല്ലാം അനുഗ്രഹത്തിലും ഹൈറും ബർക്കത്തും ഏറ്റിത്തരണം റഹ്മാനെ. റഹ്മത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണം റഹ്മാനെ. ഞങ്ങളെ നീ കൈവിടല്ല റഹ്മാനെ. നീ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിന്നിലേക്ക് മാത്രമാണ് ഞങ്ങൾ അഭയം തേടുന്നത്. നീ ഞങ്ങളെ ആട്ടിയോടിക്കല്ല റഹ്മാനെ. നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾക്ക് അഭയം തരാൻ മറ്റാരുമില്ല അല്ലാ. ഈ സാധുക്കളായ ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. വളരെ റാഹത്തോടെ അമലുകൾ പൂർത്തിയാക്കാൻ തൗഫീക്ക് തരണം റഹ്മാനെ. ദീർഘകാലം നിന്റെ ഇബാദത്തിലായി അഭിമാനത്തോടെ ജീവിക്കാൻ തൗഫീക്ക് നൽകണം റഹ്മാനെ. അഭിമാനം നഷ്ടപ്പെടുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. ഈമാനും തഖ്വയും ആഫിയത്തും ഇസ്സത്തും നിലനിർത്തണമല്ലാ. അവസാനം ഞങ്ങൾ മരിക്കുമ്പോൾ പൂർണ്ണ ഈമാൻ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണം റബ്ബേ. ഉച്ചത്തിൽ കലിമ ചൊല്ലി സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട സന്തോഷത്തോടെയുള്ള മരണം നൽകണം റഹ്മാനെ. ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും കാക്കണം റഹ്മാനെ. ഖബറികത്തിട്ട് ഞങ്ങളെ ഇടുക്കിക്കളയല്ലേ റബ്ബേ. ഖബറിൽ മുൻകർ നകീറിൻ്റെ ചോദ്യങ്ങൾക്ക് നിർഭയം ഉത്തരം പറയാൻ തൗഫീക്ക് താ അല്ലാ. നന്മ തിന്മകൾ എഴുതപ്പെട്ട ഏടുകൾ നൽകപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ വലത്തേ കയ്യിൽ നൽകണം യാ അല്ലാ. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരിൽ പെടുത്തണം റബ്ബേ. സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ തുണക്കണം റഹ്മാനെ. എല്ലാവരും ബേജാറാവുന്ന മഹ്ശറയിലെ കഠിനമായ ചൂടിൽ നിന്നും അർശിൻ്റെ തണൽ കൊണ്ട് ഞങ്ങളെ നീ രക്ഷിക്കണം റഹ്മാനെ. ഹബീബായ നബിയുടെ ശഫാഅത്തിൽ ഞങ്ങളെല്ലാം പെടുത്തണം റഹ്മാനെ. അവിടുന്ന് മുക്കിക്കൊടുക്കുന്ന ഹൗദുൽ കൗസർ ഞങ്ങൾക്കും കുടിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദരി സഹോദരന്മാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, കുടുംബങ്ങൾ, ദുആ വസിയത്ത് ചെയ്തവർ മുതലായ എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. വല്ല ശിക്ഷയും അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ നീ അവർക്ക് മോചനം നൽകണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. നിന്റെ മുകറമായ ദാത്ത് കണ്ട് നിർവൃതി അടയാളങ്ങൾ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, സമയം നിന്നോട് ചോദിക്കാൻ അത്രക്കുമുണ്ട് റഹ്മാനെ. എത്രത്തോളം ചോദിച്ചാലും തീരില്ല റഹ്മാനെ. നീയാണ് വലിയവൻ, നീയല്ലാതൊരു ഇലാഹില്ല അല്ലാ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ പൂർത്തിയാക്കിക്കൊണ്ടല്ലാ. മനസ്സ് നീറുന്ന പ്രയാസങ്ങൾ തരല്ലേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
يا أرحم الراحمين 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 بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.